അന്നൊരു ശോക ദിവസം തന്നെയായിരുന്നു. പതിവ് ആ വീട്ടിൽ ആമയുടെ കളിചിരികളില്ല, വലിയ സംസാരങ്ങളുമില്ല, കുസൃതിയില്ല. അതെല്ലാം സഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധയില്ലായിരുന്നു. എന്താണെന്ന് ഒരുപാട് ചോദിച്ചെങ്കിലും ആമ ഒന്നുമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറലാണ്. ഇടയ്ക്ക് റൂമിലേക്കും അടുക്കളയിലോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ആരേക്കോ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരിയായിരിക്കും എന്നവൻ ഊഹിച്ചു. ഉച്ച മുതൽ അവരിൽ ഒതുങ്ങി എന്തോ നടക്കുന്നുണ്ട്. ചിലപ്പോ തന്നോട് പറയാൻ പറ്റാത്തതായിരിക്കും. എന്നാലിപ്പോ ആമയ്ക്ക് പറഞ്ഞാൽ എന്താ? എന്നോട് പറയാൻ കൊള്ളത്തില്ലേ? സഞ്ജുവിന് ചെറുതല്ലാത്തൊരു പിണക്കം, പിന്നെ പരിഭവം. ആ പിണക്കം അവളുടെ ശ്രദ്ധയെപ്പെടുത്താനായിരുന്നു. അവന് തിടുക്കവും. ആമ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ പാത്രവുമായി സഞ്ജു അടുക്കളയിലേക്ക് വന്നു. ആമി ഫോണും മാറ്റി വെച്ച് അവനെ ഒളിച്ചിരിച്ചു. സഞ്ജോളം മയന്റി അത് പാത്രം കഴുകാൻ തുടങ്ങിയത്. ആമി ഓടി വന്നു. ഞാൻ കഴുകി വെച്ചോളാം സഞ്ജു ഏട്ടാ. ആമി അവന്റെ കൈ പിടിച്ച് തടഞ്ഞെങ്കിലും സഞ്ജു പാത്രം കഴുകി അവിടെ കമിഴ്ത്തി വെച്ച് അവളുടെ കൈ പിടിച്ചു മാറ്റി. താൻ വലിയ തിരക്കായിരുന്നില്ലേ? ഞാൻ കഴിച്ച വെച്ച പാത്രം കഴുകാൻ നിനക്ക് സമയം ഉണ്ടാവുമോ? അവൾക്കിട്ടൊരു കൊട്ടു കൊടുത്ത് സഞ്ജു മുണ്ടിന്റെ അറ്റം ഉയർത്തി ചുണ്ടും തടച്ച് മുറിയിലേക്ക് പോയി. അവൻ പിണങ്ങി നടക്കുകയാണെന്ന് കണ്ടത് ആമയ്ക്ക് അത്ഭുതം. അല്ലെങ്കിൽ ഈ സഞ്ജുവേട്ട കൊച്ചു പിള്ളേരെ കൂട്ടാം. ആമി ഫോൺ എടുത്ത് നോക്കി. അതിൽ നിറയെ രേവതിയുമായിട്ടുള്ള ചാറ്റ്. വിനീതിനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. അവന് തന്നോട് ദേഷ്യമായിരിക്കും. തന്നോട് അവനെ വിളിച്ചൊന്ന് തരാനും പറഞ്ഞു ഒരേ വാശിയില രേവതി. ആമി വിനീതിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അത് പറഞ്ഞിട്ടുണ്ടോ രേവതി കേൾക്കുന്നു. അവൾക്ക് വിനീതിനോട് സംസാരിച്ച് തീരൂ എന്നുള്ള വാശിയില്ല. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന്റെ അപ്പുറം ആമി ശ്രമിച്ചു. അത് കേട്ട് കുറെ നേരം കരഞ്ഞു. വിനീത് വിളിക്കും. അവന്റെ ദേഷ്യവും വാശിയും മാറി എന്തായാലും പിടിക്കും, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരുവിധം സ്വാതന്ത്ര്യം. ഇപ്പൊ വിട്ടിരിക്കുള്ളൂ. അതിന്റെ ടെൻഷന്റെ ഇടയിൽ സഞ്ജുവിനെ ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. അവനോടൊന്നും പറയരുത്. രേവതി കട്ടായം പറഞ്ഞതുകൊണ്ട് മാത്രം സഞ്ജു എത്ര ചോദിച്ചിട്ടാണ് പറയാൻ മുതിരാത്തത്. അവൾ ഹാളിലും മറ്റു ലൈറ്റൊക്കെ നോക്കി അവൾ മുറിയിലേക്ക് എത്തും. അവള് വരുന്നത് കണ്ടു കൈകെട്ടി ഗൗരവത്തിലിരുന്ന് സഞ്ജു വേഗം കട്ടിലേക്ക് നീണ്ടു നിവർന്നു കടന്നു. ആമി അവനെ നോക്കി അന്തം വിട്ടു വാതിലടിച്ച് കൊറ്റിയിട്ടു. അവളുടെ സഞ്ജോളിന്ന് മുഖം തിരിച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞും കിടക്കി. ആൾ കണക്കം കാണിക്കുന്നത്. ആമിക്ക് ചിരി വന്നു. കണ്ണാടി നോക്കി മുടി പോരുന്നു. അവള് പലവട്ടം അവനെ നോക്കിയെങ്കിലും അവൻ അതേ കിടപ്പാണ്. അതോടെ ആമയ്ക്ക് ക്ഷമയും ഇല്ലാതെ മുടി വാരിക്കെട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് പിണങ്ങി കിടക്കുന്നവന് വലിച്ച് നേരെ കിടത്തി. ആ നെഞ്ചിൽ തല വെച്ച് കിടന്നു കളഞ്ഞു. ഇപ്പോഴാണ് എന്നെ ഓർത്തത്. ഉറങ്ങാൻ നേരം കൃത്യമായിട്ട് വന്നില്ലോ. അല്ലാത്ത സമയമൊക്കെ ഫോൺ തന്നെ ഫോൺ. ആരൊക്കെ വിളിക്കുന്നു, സംസാരിക്കുന്നു. എന്നോടൊന്നും പറയാൻ കൊള്ളത്തില്ല. പിന്നെന്തിനാ എന്റെ നെഞ്ചത്ത് കയറി കിടക്കുന്നത്? അപ്പുറത്തോട്ട് പോയി കിടക്കുപെണ്ണേ. അവള് കിടന്ന മതി. പരാതിക്കെട്ടുകൾ ഓരോന്നോരോന്നിട്ട് അയച്ചു കൊടുത്ത് ശ്രമിച്ചു. ആമി അവനെ തല ഉയർത്തി നോക്കി. പിന്നെ അവന്റെ മുഖത്തോളം മുഖം അടുപ്പിച്ച് കവിളിൽ അമർത്തി കവിള് വെച്ചു. സോറി അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഞാൻ ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാ വന്നത്. എനിക്ക് കേൾക്കണ്ട. ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ, ഇനി പറയണം. ഗുഡ് നൈറ്റ്. അത് പറയരുത്. അവളെ മലിച്ചു മാറ്റി കിടത്തി. ആ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന മട്ടി ആമി അവന്റെ വയറിൽ നിന്ന് പെരിയനി ഉയർത്തി തലയിട്ട് നെഞ്ചിലും മുഖം ഉരസി. സഞ്ജു ശ്വാസം അടക്കി പിടിച്ചു. ഈ പെണ്ണ് ആമി ദുരുദ്ദേശത്തോടുകൂടി തന്നെ അവളെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവളെ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ മാറി കടിച്ചു വലിച്ചത് സഞ്ജു വല്ലാത്തൊരു ശബ്ദത്തോടെ കുതറിപ്പടഞ്ഞു. എന്നിട്ട് പെണ്ണ് വിടാൻ അവിടെ കടിച്ചു നുണഞ്ഞത് സഞ്ജു പിടഞ്ഞു ചിരിച്ചു. ആമി വിജയഭാവത്തിൽ തല പുറത്തേക്കിട്ടു. സഞ്ജു ആ കവിളി പിടിച്ചു വലിച്ചു. പൊടിക്കുറുമ്പി. അവനവളെ പ്രണയത്തോട് പൊതിഞ്ഞു പിടിച്ച് നിറക്കെ ചുംബിച്ചു. സഞ്ജയുടെ കാര്യം അറിയണം. എന്നോട് പറയാൻ പറ്റുന്നതാണ് പറഞ്ഞു. ആരെങ്കിലും പറയരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടെങ്കിൽ പറയണ്ട. രേവതി പറഞ്ഞു പറയണ്ടെന്ന്. അത് പറ്റി സഞ്ജയന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ട. ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? അതും ഇന്നുണ്ടല്ലോ രേവതി ആ ഫസ്റ്റ് ബിക്കുമ്പോൾ നിന്നെ പോയി തല്ലിയോ? എന്തിന്? അവൻ ഗൗരവത്തോട് ചോദിച്ചു. സഞ്ജയ്ക്ക് നിന്നെ അറിയാം. അവന് ഒരുപാട് ഇഷ്ടമുള്ള സ്റ്റുഡൻസിൽ ഒരാളാണ്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയെ നിമ്മ. കുറച്ച് വായാടിയാണെങ്കിൽ ഒരു പാവം. അതിനെ രേവതി തല്ലിയൊന്നോ? അവന് സംശയമായി. ആ സംശയം ആമി പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴും മാറി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വിനീതിന്റെ തല കൊണ്ടിട്ടാണല്ലോ രേവതി തലചുറ്റി വീണത്. ആമി അതിന്ന് മൂടി. രേവുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. അവൾക്ക് വിനീതിന് മറക്കാൻ പറ്റൂ സഞ്ജേട്ടാ? അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. പക്ഷെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ആമി ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. സ്വപ്നം കാണുന്നൊന്നും കിട്ടിയെന്നും വരില്ല. പക്ഷെ ചില നഷ്ടങ്ങൾ
ആ നല്ലതിന് തന്നെയാണ്. രേവതിക്ക് വിധിച്ചു. അവൾ അടുത്ത് തന്നെ വരും, വന്നിരിക്കും. ഞാൻ സഞ്ജയന്റെ ലൈഫിലേക്ക് വന്ന പോലെ അല്ലേ? ആര് പറഞ്ഞു? അവൻ ചിരിയടക്കി. പിന്നെ ദർശനിച്ച് പോയത് നല്ലതിനല്ലേ? അതുകൊണ്ട് എന്നെ പോലെ ഒരു തങ്കക്കെട്ടി കിട്ടിയില്ലേ സഞ്ജയനെ? ആ, അവന്റെ നെഞ്ചിലെ രോമത്തി പിടിച്ചു വലിച്ചത്. സഞ്ജു വേദനിച്ച് കഴിഞ്ഞു. പിന്നെ ആണെന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അത് തന്നെയല്ലേ സത്യം? സഞ്ജു അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ആമയെ സഞ്ജു പരസ്പരം സ്നേഹിച്ചു, പ്രണയിച്ചു, മനസ്സിലാക്കി. ദാമ്പത്യം കൊണ്ടുപോയിരിക്കും. 5ാം സെമസ്റ്റർ പരീക്ഷയും വന്നെത്തി. ആമ പഠനത്തിൽ ശ്രദ്ധ തിരിച്ചു. പല കാര്യങ്ങൾ, പല സംഭവം അവള് സൗകര്യപൂർവ്വം മറന്നു. രാവും പകലും പഠിത്തവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കലാപരിപാടിക്ക് സഞ്ജു നിന്നിട്ടില്ല. അറിയാതെ ഒരു ഉമ്മ കൊടുത്തു. പിന്നെ പെണ്ണ് അതിന്റെ തൂങ്ങി അതിന്റെ പിന്നാലെ വരും. പരീക്ഷയാണെന്ന് മറ്റൊരു ബോധം ഉണ്ടാവില്ല. അവനെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം ഒരു കരച്ച് വേദനിച്ചു എന്നും പറഞ്ഞു. അവളുടെ ഈ വക കളിയൊക്കെ സഞ്ജുവിന് ഇഷ്ടമാണ്. അവളില്ലാത്ത നിമിഷം ഒരു വല്ലാത്ത ശ്വാസം ഉണ്ടല്ലോ. പണ്ടൊക്കെ ആമയുടെ നിഴലിവട്ടം കണ്ട മുഖം പൊട്ടിച്ചവൻ ഇപ്പൊ ആമയില്ല. ലോകം ശൂന്യമാ. ഏറ്റവും ഒടുവിലത്തെ എക്സാം കഴിഞ്ഞൊരു വൈകുന്നേരം വീടിന്റെ ഉമ്മറത്തിരിക്കുകയാണ് സഞ്ജു ആമയും. ഒപ്പം നല്ല ചൂട് കട്ടനും നിൽക്കും. പുറത്ത് മഴക്കോളും ഉണ്ട്. മൂടിക്കെട്ടി കാർമേഘങ്ങൾക്ക് കീഴിലൂടെ കിളികൾ കൂടി തെടിപ്പോകുന്നു. ഈ സമയങ്ങളിൽ ഉമ്മറത്ത് വന്നിരിക്കുന്ന പേരളവ. ചുമരി ചാരും കാലും നീട്ടി വെച്ച് കട്ടൻ കുടിക്കുകയാണവൻ. ആമി അവന്റെ അടുത്ത് തന്നെ വാതോരാതെ വർത്താനവും പറയുന്നു. അങ്ങനെ 5th സെമസ്റ്ററും തീർന്നു. ഇനി 3 മാസം കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞു. എത്ര വേഗത്തിലെ 2 വർഷം പോയതെന്ന് ആമി താടിക്ക് കഴിഞ്ഞ് വെച്ചേ പറയുന്നത്. ഇനി PG ചെയ്യില്ലേ ആമി നീ? അതോ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? PGക്ക് ചേരണം സഞ്ജേട്ടാ. PG നമുക്ക് വേറെ കോളേജ് ചെയ്യാമേ. ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞാലേ നമുക്ക് എറണാകുളത്തെ വീട്ടിലേക്ക് അവിടെ എന്തെങ്കിലും കോളേജ് ചേർത്ത് നമുക്ക് ഇനിയുള്ള കാലം അമ്മയോടൊപ്പം താമസിക്കാം. സഞ്ജു പറഞ്ഞു. ഞാനും അത് പറയാൻ വരുമായിരുന്നു. പിന്നെ എന്റെ ഇപ്പോഴത്തെ കോളേജ് അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. നിങ്ങക്ക് ഫെയർവെല്ലൊക്കെ വെക്കില്ലേ സഞ്ജേട്ടാ? പിന്നെ വെക്കുന്നുണ്ട്. കോളേജിലേയും വരുന്നല്ലേ? ഞങ്ങളെ ഒരു ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ രേവതി ആമയുടെ മുഖം മങ്ങി. സഞ്ജു അവളെ മുഖം ചിരിച്ചു നോക്കി. എന്ത് പറ്റിയും ചോദിച്ചു. വിനീതിപ്പോ അവളെ മൈൻഡ് കൂടി ചെയ്യാറില്ല. എന്തിനു ഞങ്ങളോട് പോലും അവൻ അവളോടൊപ്പം മിണ്ടാറില്ല. രേവതിയാണെങ്കിൽ അവന്റെ ഈ പെരുമാറ്റം കാണാൻ ആകെ ഡിപ്രസ്ഡാ. സംഭവമൊക്കെ അറിഞ്ഞിട്ട് വിഷ്ണു വന്ന് രണ്ടിനെ അടുപ്പിക്കാൻ ട്രൈ ചെയ്തു. അവസാനം അവനും വിരിയും തമ്മി അടിയായി. ആകെ കൂടി പഠിച്ചിറങ്ങാൻ വിരലിലുണ്ടാവുന്ന മാസങ്ങളല്ലേ ഉള്ളൂ. കൂട്ടത്തിൽ ഞാനും രേഷ്മയും മാത്രമേ PGക്ക് പോകാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് വേറെ കോഴ്സൊക്കെയാ. കോളേജ് കഴിഞ്ഞ് എപ്പോഴാ കാണുന്നേന്ന് പോലും അറിയില്ല. ഇത്രയും നാളും എന്ത് രസമായിരുന്നു. എന്നിട്ട് ഈ അവസാന നിമിഷം അടിച്ചു വരുന്ന എല്ലാം പല വഴിയായി. ആമി കണ്ണു നിറഞ്ഞപ്പോ സഞ്ജു അവളെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവനറിയാം അവരുടെ ബോണ്ട്. സാരമില്ലെന്നേ, കോളേജ് അവസാനത്തും നിങ്ങളുടെ പിണക്കം ഒക്കെ ഞാൻ മുൻകൂട്ടി മാറ്റിയിരിക്കും. ഞാൻ പറഞ്ഞ എന്റെ പിള്ളേര് കേൾക്കാതിരിക്കോ? അപ്പൊ രേവതി അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം പോരെ? എനിക്ക് വേഗം വേണം കേട്ടോ. അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ ആവശ്യമില്ലാത്തതിന് ചിന്തിക്കല്ലേ ആമി. അവൻ ചായ വലിച്ചിറക്കി കുടിച്ചു ചേർത്തു. മാനം ഇപ്പം നല്ല പോയി ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാറ്റും വീശുന്നുണ്ട്. എവിടെ നിന്നും മഴയുടെ ഘോരഘോര ശബ്ദം കേൾക്കാം. മഴ വരുന്നുണ്ട്. നീ വന്ന് ആ തുണിയൊക്കെ എടുക്കാം. ആമിയെ പൊക്കി വലിച്ച് അടുക്കള വഴി പിൻവശത്തേക്ക് പോയി. അഴയെ കിടക്കുന്ന തുണികൾ ഓരോന്നും രണ്ടാളും കൂടി മടക്കി എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മഴയും പറ്റിയിരുന്നു. വേഗത്തിൽ അകത്തേക്ക് ഇറങ്ങി. രണ്ടാളും പകുതി നനഞ്ഞിരുന്നു. എന്ത് നല്ലോണം ഉണങ്ങി കിട്ടിയതാ. ഇപ്പൊ വീണ്ടും നനഞ്ഞു. വീണ്ടും മഴയും നനഞ്ഞ വസ്ത്രങ്ങളിലേക്ക് ആമി സങ്കടത്തോട് നോക്കി. അതാ ഫാനിന്റെ ചോട്ടി വിരിച്ചിട്ടാ പോരെ. സഞ്ജു തല തോർത്തു. ആമയെ നോക്കി. മഴയെ നാലത്തെ എറിയും പറഞ്ഞ അവള് തുണി നിവർത്തിയിടുന്നത്. സഞ്ജു ചിരിയോട് അവളെ വലിച്ചു തിരിച്ചു നിർത്തി. അവളുടെ കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് തല തുവർത്തി കൊടുത്തു. ആമി അവനെ ചുറ്റിപ്പിടിച്ചു. പുറത്തും മഴ താളാത്മകമായി ഈണം വിതർത്തി മണ്ണി പതിച്ചു. ആമയുടെ മുഖത്ത് വെള്ളത്തുള്ളികൾ തുടക്കുമ്പോൾ ആമി അവന്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ വികാരഭരിതമായൊരു നോട്ടത്തിൽ കുടുക്കി. സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ടവൽ താഴേക്ക് വീണു. ആമയുടെ മുഖത്ത് ചുംബനങ്ങൾ നൽകി. അവൻ അവൾക്ക് ചൂടും പകർന്നു. അവന്റെ ഷർട്ടിൽ തീർത്തിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിച്ചവൾ. ഇരുമനം ഒരേ ആവശ്യത്തിനായി ദാഹിച്ചു ആമയുടെ വിരലുകൾ. അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നോരോന്നായി അടർത്തി മുതുകിലൂടെ അടിച്ചു മാറ്റി അവന്റെ തോളിൽ ചുംബിച്ച് സഞ്ജു അവളുമായി കിടക്കയിലേക്ക് മറിഞ്ഞു. ടോപ്പിന് പുറമെ അവളുടെ നെഞ്ചിയും മുഖം പൂഴ്ത്തി.
സഞ്ജേട്ടാ, ആമ വിളിച്ചു. എത്ര ദിവസമായി അമ്മേ? അവൻ കുറുകെ. സേഫ്റ്റി ഉണ്ടോ? അവൾക്ക് ചിരി. അതേ ചിരിയുടെ അവനും ഉണ്ടെന്ന് മൂളിയപ്പോ ഇത് സ്റ്റോക്ക് വെച്ചിരിക്കുവാണ് എന്ന് ചോദിച്ചു. ആമി അടക്കി ചിരിച്ചു. ആ ചിരി സഞ്ജു അങ്ങനെ തന്നെ സ്വന്തമാക്കി രുചിച്ചു. ഉടയാടകൾ അഴിഞ്ഞു വീണു. ചൂടും തണുപ്പും പകർന്നു നൽകി കെട്ടിപ്പുണർന്ന് കിടക്കയിൽ പലവട്ട ഉരുണ്ടു പറഞ്ഞു. എന്നത്തേക്കാൾ ഊർജ്ജസ്വലനായിരുന്നു സഞ്ജു. അവന്റെ ആവേശവും അന്ന് ആമീനിട്ടിച്ചു. ഒടുക്കം ഗീതപ്പോടെ അകന്നു മാറുമ്പോൾ ആമയുടെ മിഴികൾ തളർച്ചയോടെ അവനെ നോക്കി. ആമയ്ക്ക് ഇഷ്ടമായി സഞ്ജേട്ടാ, ഒരുപാട് ഇഷ്ടമായിട്ടോ. ആമി അവന്റെ നെഞ്ചിലും മുഖം ചേർത്ത് മയങ്ങി. സഞ്ജു അവിടെ ഒരുപാട് നേരം നോക്കിക്കിടന്നു. ഒരു ബോധപ്പെടുത്തു. രണ്ടുപേരും ചേർത്ത് പതിച്ചു. അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചു കിടന്നു. പുറത്ത് തകർത്ത് പെയ്യുന്ന മഴ ശ്രവിച്ചു. നാളെ അവർക്കായി കാത്തിരിക്കുന്നത് എന്തെന്നറിയാതെ തുടരും.